നമസ്കാരം. ആര്യ രാജേന്ദ്രൻ സഖാവ് തട്ടകം മാറ്റുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണാം. കോഴിക്കോട്ടേക്ക് തട്ടകം മാറ്റുകയാണ്. കോഴിക്കോട് ഭർത്താവായ സച്ചിൻ ദേവിന്റെ പ്രദേശമാണ്. അങ്ങോട്ട് തട്ടകം മാറ്റുകയാണ് എന്നാണ് കേൾക്കുന്നത്. ഈ ആര്യ രാജേന്ദ്രൻ സഖാവ് പലർക്കും വേണ്ടപ്പെട്ടവരാണ് എന്ന് കഴിഞ്ഞ ദിവസം മനസ്സിലായി. കാരണം അവർക്കെതിരെ പോസ്റ്റ് ഇട്ട് പിന്നീട് പിൻവലിച്ച ഗായത്രി ബാബു, വഞ്ചിയൂർ ബാബുവിന്റെ മകൾ, അവർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ള ചില വാർത്തകൾ കണ്ടു. ഒപ്പം ഇന്നലെ മറുനാടൻ മലയാളി ഇത് സംബന്ധിച്ച് ഈ അച്ഛനെ, അതായത് വഞ്ചിയൂർ ബാബുവിനെ, അതായത് ശങ്കരൻകുട്ടി നായരെ മേയറാക്കാത്തതിന്റെ കൊതിക്കറിവാണ് ഗായത്രി ബാബുവിന് എന്ന് പറഞ്ഞു വാർത്തകൾ ചെയ്തു. അപ്പൊ ഗായത്രി ബാബുവിനെതിരെ പണി വരും. പക്ഷേ ഈ നമ്മൾ കുണുവാവ എന്നൊക്കെ സ്വാഭാവികമായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ആര്യ രാജേന്ദ്രന് തട്ടകം മാറ്റി പരീക്ഷിക്കാനും MLA ആക്കാനുമുള്ള പരിപാടിയിലാണ് പാർട്ടി എന്നുള്ള ചില വാർത്തകൾ ഉണ്ട്. ഒപ്പം തന്നെ ആര്യ രാജേന്ദ്രൻ കാരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ 45 കൊല്ലത്തിന് ശേഷം കൈവിട്ടത് എന്നുള്ള കാര്യം പാർട്ടി തന്നെ അംഗീകരിച്ചിരിക്കുന്നു. പാർട്ടി തന്നെ പറയാതെ പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ കോഴിക്കോട്ട് പോയി അവിടെ കൂടി തുലയ്ക്കാനുള്ള പരിപാടിയാണ് ആര്യ രാജേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചില സഖാക്കളൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിൻവലിച്ചു. എല്ലാം അങ്ങനെയാണല്ലോ, ഇവർക്ക് പേടിയാണ്. 51 വെട്ടിന്റെ കഥയുണ്ടല്ലോ. ഈ സ്ത്രീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനെ മുടിച്ച് തേച്ച് കഴുകുകയാണ് ചെയ്തത്. ഞാൻ അടക്കം ഇവരുടെ ഭരണകാലത്ത് തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്നു. ഇവരുടെ ചെയ്തികളൊക്കെ അറിയാമല്ലോ. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ചാരം വരുന്നതിന് പൈസ, പൊറോട്ടയും ചിക്കനും വാങ്ങിക്കുന്നതിന് പൈസ, അതുപോലെ തന്നെ എങ്ങാണ്ട് പോയി ഒരു അവാർഡും സംഘടിപ്പിച്ചു. അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ഒരു അഹങ്കാരത്തിന്റെ, ഒരു പാർട്ടി പ്രവർത്തകരായ സ്ത്രീകൾ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്, മുതിർന്നവരുണ്ട്, അല്ലെങ്കിൽ സുശീല ഗോപാലൻ മുതലുള്ള ആളുകളെയൊക്കെ ഞാൻ നേരിട്ട് കണ്ട് അവരുടെയൊക്കെ വാർത്താ സമ്മേളനം ഞാൻ മറ്റൊരു മാധ്യമത്തിന് വേണ്ടി പണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ആ ശരീരഭാഷയൊന്ന് ശ്രദ്ധിക്കണം. അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക, എല്ലാത്തിലും കയറി ഇടപെട്ട് എല്ലാവരെയും ധാർഷ്ട്യത്തോടു കൂടി തന്നെ, അതായത് ഒരു പിണറായിസത്തിന്റെ ഒരു പെൺമുഖം, അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയിലെ പെൺമുഖമായിട്ട് ഈ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്തെ സഖാക്കളടക്കം കണ്ടു. സഖാക്കളായ പല സ്ത്രീകളും, നമ്മുടെ ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ധാരാളം പേർ തിരുവനന്തപുരത്തുണ്ട്, നഗരത്തിലുണ്ട്. സഖാക്കളായ സ്ത്രീകൾ BJPക്ക് ഇത്തവണ വോട്ട് ചെയ്തു. BJP സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ സഖാക്കള് തീർച്ചയായിട്ടും ഇടപെട്ടു. കാരണം എങ്ങാനും ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സ്ത്രീ രത്നം ഏതെങ്കിലും തരത്തിൽ അവിടെ അഹങ്കാരം കാണിച്ച് ഞാൻ കാരണമാണ് ജയിച്ചത്, കോർപ്പറേഷൻ ഞാൻ പിടിച്ചില്ലേ, അവര് മത്സരിച്ചില്ല, അല്ലെങ്കിൽ അവര് മേയറാവില്ലല്ലോ, അപ്പം അവർക്ക് മറ്റ് സ്ഥാനങ്ങളില്ല, എന്നാൽ പോലും അവർ പിന്നീട് വാർത്താ സമ്മേളനം നടത്തുകയോ അവരുടെ അഹങ്കാരം കാണിക്കുകയോ ചെയ്യുമ്പോൾ ഈ കാര്യം പറയും. ഞാൻ ഭരിച്ച് നന്നാക്കിയതിന്റെ മിടുക്ക് കൊണ്ടാണ് തിരുവനന്തപുരത്ത് വീണ്ടും CPM അല്ലെങ്കിൽ LDF അധികാരത്തിൽ വന്നത് എന്ന് ഈ സ്ത്രീ പറയും എന്നുകൂടി ഭയന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഇവർ ഈ ഒരു കാര്യം ചെയ്തത്. CPMകാർ BJPക്ക് വോട്ട് ചെയ്തത്. ശിവൻകുട്ടി പറയുന്നത് അവർക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് പ്രവർത്തനത്തിന് ഒന്നും ഇറങ്ങാത്തത് എന്നാണ്. ഒരു കുടുംബയോഗത്തിൽ പോലും, അതായത് ആൾക്കാരെ വഴിയിൽ കടയിൽ പോകുമ്പോൾ ആൾക്കാരെ കാണുകയാണെങ്കിൽ പോലും അവരോട് ഈ ഇലക്ഷന്റെ കാര്യമോ മറ്റു കാര്യങ്ങളോ മിണ്ടരുത് എന്നായിരുന്നു ഇവർക്കുള്ള തിട്ടൂര്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ AKG സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വാർത്തകളൊക്കെ കിട്ടും. നമ്മുടെ ആൾക്കാരും നമ്മുടെ വേണ്ടപ്പെട്ടവരും ഒക്കെ അവിടെയുണ്ട്. ഇവരോട് മിണ്ടരുത്, നിങ്ങൾ മിണ്ടിപ്പോകരുത്, നിങ്ങൾ കാരണമാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ട് ഇവിടെ നേരിടേണ്ടി വന്നത്. ഇലക്ഷന്റെ സമയത്തൊക്കെ പലപ്പോഴും പല മേഖലകളിലും CPM ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ കടന്നു ചെല്ലുമ്പോൾ ആൾക്കാർ ചൂലെടുക്കാത്തത് മാന്യത കൊണ്ടാണ്. ഇനിയിപ്പം ഇവർ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. ആ സച്ചിൻ ദേവ് എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം ഒരു പാവമാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. SFIയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയം മുതലേ സച്ചിനെ എനിക്കറിയാം. ഞാൻ സച്ചിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം സച്ചിനെ കൂടി നശിപ്പിച്ച് അയാളുടെ കൂടി രാഷ്ട്രീയ ഭാവി തൊലയ്ക്കാൻ വേണ്ടിയാണോ ഈ പെണ്ണുപിള്ള പോകുന്നത് എന്ന് ചോദിക്കുന്ന CPMകാരെയും കാണാം. കോഴിക്കോട്ടായാലും ഏത് നാട്ടിലായാലും ഇവർ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ തന്നെയാണ് ഈ കാണിക്കുന്നത്. അവിടെ കോഴിക്കോടിന്റെ മരുമകളായി ചെന്ന് കയറി അവിടെ MLA ആകാം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് സച്ചിൻ ദേവിനെ കൂടെ തോൽപ്പിക്കും, CPMനെ കൂടെ തോൽപ്പിക്കും, ഇടതുപക്ഷത്തെ കൂടെ ആ മേഖലയിൽ തോൽപ്പിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. ചില ആൾക്കാർ താമസിച്ചാൽ ആ സ്ഥലത്ത് വില ഇടിയും എന്നൊക്കെ നമ്മൾ തമാശക്ക് പറയാറില്ലേ, അതേ അവസ്ഥയിലേക്ക് കോഴിക്കോടും അല്ലെങ്കിൽ ഇവർ പ്രവർത്തിക്കുന്ന പ്രദേശവും മാറും എന്ന് CPM സഖാക്കൾ തന്നെ ആണയിട്ട് പറയുകയാണ്. എന്തായാലും നടക്കട്ടെ കാര്യങ്ങൾ. കുണുവാവയായാലും മേയർ കുട്ടിയായാലും എന്ത് കുട്ടിയായാലും ഒരു പാർട്ടിയെയും ഒരു സംവിധാനത്തെയും നശിപ്പിക്കാൻ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഒരു BJP നേതാവുണ്ട്, ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, പേര് പറയുന്നില്ല. അദ്ദേഹം എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ BJPക്ക് 10 പേര് വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിൽ 9 പേരും ചെയ്യില്ല. ആ അവസ്ഥയിൽ ചില നേതാക്കളുണ്ട്. അതേ അവസ്ഥ തന്നെയാണ്. അതിനേക്കാൾ ഭീകരമാണ് നമ്മുടെ ഈ മേയർ കുട്ടിയുടെ അവസ്ഥ എന്നുള്ളതാണ്. ഇനി കോഴിക്കോട്ടേക്ക് പറിച്ചു നട്ടാൽ എന്താകും എന്നറിയില്ല. സച്ചിൻ ദേവിന് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടി ഇല്ലാതാകുമോ? സച്ചിൻ ദേവിന് ഏതായാലും കുഴപ്പമൊന്നും വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ കൂടുതൽ ശോഭിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു എന്റെ സുഹൃത്തായതുകൊണ്ട്.